ഇത് നമ്മൾ സാധാ നോർമൽ പാൻറ്റാണ്. സാധാ നോർമൽ പാൻറ്റ് നേരെയുള്ള പാൻറ്റാണ് നമ്മൾ വെട്ടുന്നത്. അപ്പോൾ ഞാൻ തുണി ഇതേ നാലാക്കി മടക്കിയിട്ട് പൊളിയില്ലാത്ത ഭാഗം ഇവിടെ ഇട്ട് പൊളിയില്ലാത്ത ഭാഗമാണ് ഞാൻ അടിയിലേക്കും ഇട്ടിരിക്കുന്നത്. അത് ഇട്ടിരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പട്ടയ്ക്ക് കിട്ടുമ്പോൾ പൊളിയില്ലാണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ കട്ട് ചെയ്യണ്ട അതുകൊണ്ട്. അപ്പോൾ നമ്മൾക്ക് 37 ഇഞ്ചാണ് ഇറക്കം, ഫുൾ ലെങ്ത്ത്. 40 ഇഞ്ചാണ് വണ്ണം. അപ്പോൾ ഞാൻ 37 ഇഞ്ചിൽ നമുക്ക് 8 ഇഞ്ച് ഒരു 6.5 ഇഞ്ചൊക്കെ പട്ട വരും. തയ്ച്ച് പോകുമ്പോൾ നമ്മൾ 8.5-ലാണ് ആ പട്ട വെട്ടുക. ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, 34 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇറക്കം ഫുൾ ലെങ്ത്ത് എടുത്തിരിക്കണത്. 34 ഇഞ്ച് ഫുൾ ലെങ്ത്ത് എടുത്ത് അടിയിൽ നമുക്ക് ഒരു 6-ലൊക്കെയാണ് നമുക്ക് കാലിൻ്റെ അടി റൗണ്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ 1 ഇഞ്ചോ 1.5 ഇഞ്ച് കൂട്ടി 7.5 അടി റൗണ്ട് എടുത്തിട്ടുണ്ട്. കാലിൻ്റെ അടി റൗണ്ട് 7.5 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് വണ്ണം നമ്മൾ എടുക്കുകയാണ്. കാരണം നമുക്ക് ഞെറിയാണ്, ഇത് ഞെറിയിട്ടിട്ടുള്ള സാധാരണ നോർമൽ പാൻറ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഫുള്ള് വണ്ണം എടുത്തു. അപ്പോൾ 40 സൈസ് വണ്ണമുള്ള ആളായതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഇറക്കം നമ്മൾ ഒരു 10.5 എടുത്തിട്ടുണ്ട്. 10.5-ആണ് നമുക്ക് ആവശ്യം. ആ 10.5 നമ്മൾ ഇതിൻ്റെ തേർഭാഗത്ത് തന്നെ നമ്മൾ ഇട്ടിരിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർമൽ പാൻറ്റാണല്ലോ സാധാ, അതുകൊണ്ട് നമ്മളിത് ഇവിടെ തന്നെയാണ് അത് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് വരയ്ക്കണത്. നമ്മൾ ഈ 7.5 എടുത്തതിലേക്ക് നമ്മൾ അതിൽ നിന്ന് ഇവിടെ വരച്ചു. ഇതിലേക്ക് 7.5ലേക്ക് നമുക്ക് വരച്ചു. ഇത്രയാണ് നമ്മുടെ ഒരു പാൻറ്റിന്. ഇനി നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്യും. ഇവിടെ നമുക്ക് വണ്ണം കൂടുതൽ വരിക. അപ്പോൾ വണ്ണം കൂടുതൽ വരുന്ന കാരണം നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്ത് വെക്കണം. അതാ ഒരു പരക്ക ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് ഷേപ്പ് ചെയ്ത് വെക്കണം. ഇത് കട്ട് ചെയ്യണേ, നമ്മൾ കട്ട് ചെയ്യണം. നമ്മളിവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് ഇത് കട്ട് ചെയ്യണം. നമ്മൾ കട്ട് ചെയ്യണത് ഇതിൽ കൂടിയാണ്, ഈ ഷേപ്പ് ചെയ്ത ഭാഗത്തുകൂടിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സാധാരണ നോർമൽ പാൻറ്റാണ്. ഇപ്പം എല്ലാവരും ഇത് ഉപയോഗിക്കാൻ ഇതാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഫുള്ളും നമ്മളെടുത്തു. നമ്മളിവിടെ പാൻറ്റ് ഫുള്ള് എടുത്തിട്ടാ നമ്മളത് കഴിഞ്ഞ് സിമ്പിളാണ്. ഇനി നമ്മൾ ഇതിലാണ് പട്ട വെട്ടണം. അപ്പോൾ ഈ പട്ട നമുക്ക് പൊളിയില്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പട്ട ഇങ്ങനെ എടുത്തത്. കണ്ട, അപ്പോൾ നമുക്ക് ഇതിൽ പൊളിയില്ലാണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ നമ്മളിതെടുത്തു നാലാക്കി ഇങ്ങോട്ട് മടക്കിയിട്ടു. നമുക്ക് ഇപ്പോൾ വന്നെടുക്കുമ്പോൾ നമ്മളതിൽ അപ്പോൾ നമ്മൾ എടുക്കാനേ ഞാനിതൊരു 12 ഇഞ്ചാണ് നമുക്ക് ശരിക്കും ആവശ്യം. 12 ഇഞ്ച് മതി നമുക്ക്. 40ആണ് വണ്ണം. അപ്പോൾ അത് നമുക്ക് പട്ട തയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ 12 ഇഞ്ച് ശരിക്കും വണ്ണം. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയിടുന്നു. കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ പട്ട മടക്കി കൊടുക്കണം. അതുകൊണ്ട് ഞാനൊരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 13 ഇഞ്ചിൽ പട്ട വയ്ക്കും. നമുക്ക് ഇവിടുന്ന് ഇറക്കം ഇതിൻ്റെ വേണ്ടത് നമുക്കൊരു 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഒരു 8 ഇഞ്ച് നമുക്ക് പട്ട വേണ്ട. കാരണം നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 6 ഇഞ്ചിൽ 6 ഇഞ്ചിൽ അത് വരും. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിത് 8 ഇഞ്ച് എടുത്ത് അപ്പോൾ നമ്മളിതാ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് വരച്ചു. നമുക്കിത് കട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ പട്ട. അപ്പോൾ കണ്ട നമുക്ക് ആ പൊളിയില്ലാത്ത ഭാഗം അടിയിലേക്ക് ഇട്ട കാരണം ഇത് ഒറ്റ പീസിൽ തന്നെ കിട്ടിയണ്ട. അപ്പോൾ ഈ 2 പീസ് നമുക്ക് യോജിപ്പിക്കാൻ വേണ്ട. അതാണ് ഞാൻ ആ പൊളിയില്ലാത്ത ഭാഗം അടിയിലേക്ക് ഇട്ടിട്ട് സിമ്പിളായിട്ട് വരിക. അപ്പോൾ ഇത് കഴിഞ്ഞ് സാധാ പാൻറ്റിൻ്റെ ഇത് കഴിഞ്ഞ് പിന്നെ വള്ളിയാണ്. വള്ളിക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് യോജിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് വേറെ വള്ളി പിടിപ്പിക്കാം. ഇതിൻ്റെ അരി വെട്ടി നമുക്കൊരു വള്ളി പിടിപ്പിക്കാം. കഴിഞ്ഞു.